ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്കാണ് സ്വാഗതം. ഞാൻ ജിബിൻ. 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റലേഷൻ ആണ് പരിചയപ്പെടുന്നത്. ഇവിടെ നമ്മൾ 630 വാട്ട്സിന്റെ 630 വാട്ട്സ് പീക്ക് ഔട്ട്പുട്ട് വരുന്ന 8 സോളാർ മൊഡ്യൂൾസ് ഇവിടെ നമ്മൾ 2 റോകളായിട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 5000 വാട്ട്സ് ആണ് കണക്റ്റഡ് കപ്പാസിറ്റി ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഗ്ലാസ് ടു ഗ്ലാസ് വരുന്ന ലേറ്റസ്റ്റ് ടോപ്പ് ഓൺ പാനൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 യൂണിറ്റ് വരെ ആവറേജ് ഡെയിലി ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ EV ചാർജിങ് ഉള്ളവർക്ക് ഓൾറെഡി ഒരു 2000 രൂപ 3000 രൂപയ്ക്ക് ബില്ല് വരുന്ന ആൾക്കാർ EV ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഒരു സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് 5 കിലോവാട്ട് ഓൺ ഗ്രിഡ്. ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാർ റിക്വയർമെന്റ് ഉള്ള ഒരു മോഡലാണ് 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു 18 മുതൽ 25 യൂണിറ്റ് വരെയൊക്കെ വെയിലിന്റെ വേരിയേഷൻ അനുസരിച്ച് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓരോ സൈക്കിളിനനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. ഇവിടെ വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 8 പാനൽസിന്റെ 2 റോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 4 പാനൽസ് വെച്ചിട്ട് 2 റോകളാണ്. ഇവിടെ ഈ കാണുന്ന രീതിയിൽ ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റനിങ് അറസ്റ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലാറ്റ് റൂഫിൽ കൂടുതൽ വെയിൽ കിട്ടത്തക്ക രീതിയിൽ ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റ് കൊടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് ഹൈറ്റ് ഒക്കെ വരുമ്പോൾ ഏകദേശം ഒരു 15 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചറിൽ കോസ്റ്റ് അധികം കട്ട് ചെയ്യാതെ നല്ല ഉയരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ സെറ്റപ്പാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഹാവൽസിൻ്റെ DC AC DBs പ്രീമിയം ആയിട്ട് ചെയ്തിട്ടുണ്ട്. UTL സോളാർ പ്ലാന്റിംഗ് വരുന്ന 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഏകദേശം 5040 വാട്ട്സ് ആണ് ടോട്ടൽ സോളാർ പാനൽ കണക്ടിവിറ്റി കിട്ടുന്നത്. ഡെയിലി ഏകദേശം ആവറേജ് 20 യൂണിറ്റ് ആണ് ഈ പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. സാധാരണഗതിയിൽ ഒരു EV ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വീട്ടിലെ മറ്റ് ലോഡുകളും എല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സിസ്റ്റമാണ്. ഇൻസ്റ്റലേഷൻ സർവീസസിനും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി വർക്ക് കംപ്ലീറ്റ് ആയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. KSEBിയുടെ പഴയ റെഗുലേഷൻ അനുസരിച്ച് സിംഗിൾ ഫേസിൽ 5 കിലോവാട്ട് വരെ ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. ഇനി പുതിയ റെഗുലേഷൻ പ്രാബല്യത്തിൽ വരുന്നതിലൂടെ അന്ന് മുതൽ നമുക്ക് 3 കിലോവാട്ടിന് മുകളിലുള്ള പ്ലാന്റുകളെല്ലാം തന്നെ 3 ഫേസ് സിസ്റ്റം നിർബന്ധമായിട്ടും ചെയ്യണം. അതായത് വീട്ടിൽ 3 ഫേസ് കണക്ഷനും ഉണ്ടാവണം. അതുപോലെ തന്നെ വെക്കുന്ന ഇൻവെർട്ടർ സിസ്റ്റം 3 ഫേസ് ആയിരിക്കണം. അപ്പോൾ സാധാരണ ഒരു 5 കിലോവാട്ട് വെക്കുന്ന ആളെ സംബന്ധിച്ച് കോസ്റ്റ് ഒരു 30,000 മുതൽ 50,000 രൂപ വരെയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. 3 ഫേസ് ഇൻവെർട്ടർ വരുമ്പോൾ ഉള്ള കോസ്റ്റ് വ്യത്യാസവും അതിന് DBകൾ പിന്നെ വയറിങ്ങിനുണ്ടാകുന്ന കോസ്റ്റ് വ്യത്യാസം 2 സ്ട്രിങ് ആയിട്ട് കേബിളിങ് വലിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ കണക്ഷൻ മാറ്റേണ്ടതിൻ്റെ വ്യത്യാസമൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക. അതുപോലെ തന്നെ JK സോളാർ പവർ സിസ്റ്റംസിൻ്റെ ഒരു ഓപ്പൺ ഷോറൂം കോട്ടയം ജില്ലയിലെ ചേർപ്പുങ്കൽ ഉണ്ട്. അപ്പോൾ അവർ പോകുന്നവർ തീർച്ചയായിട്ടും അത് സന്ദർശിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളെ പറ്റി വിശദമായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. സോളാർ ആക്സസറീസ്, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടൂൾസ് ഹാർഡ്വെയർസ് ഒക്കെ നമ്മുടെ ആക്സസറീസ് എല്ലാം ഒരു ഓൾ ഇൻ വൺ ഷോപ്പായിട്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്.